പാലക്കാട് ജില്ലയിലെ ഒരു ശാന്തമായ ഗ്രാമം. കരിമ്പനകൾ കാറ്റിലാടുന്ന ശബ്ദവും ദൂരെ എവിടെയുള്ള ക്ഷേത്രത്തിലെ മണിനാദവും അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ആ ഗ്രാമത്തിന്റെ ഒരറ്റത്ത് പാരമ്പര്യം വിളിച്ചോതുന്ന ശിവശൈല്യം എന്ന വലിയ നാലുകെട്ട് വീട് തല ഉയർത്തി നിന്നിരുന്നു. ഒരിക്കൽ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്ന ആ വീടിന്റെ മുറ്റം ഇന്ന് കരിയിലകൾ വീണ് വൃത്തികേടായി കിടക്കുന്നു. തളർന്നുപോയ കാലടികളുമായി ഒരു യുവതി ആ വലിയ വീടിന്റെ പടിപ്പുരക്കൽ വന്നു നിന്നു. അവളായിരുന്നു നന്ദിത. അവളുടെ മുഖത്ത് വല്ലാത്തൊരു വിളർച്ചയും കണ്ണുകളിൽ മാസങ്ങളായി ഉറക്കമില്ലാത്ത രാത്രികളുടെ കരിവാളിപ്പും ഉണ്ടായിരുന്നു. കയ്യിൽ ഏകദേശം 4 വയസ്സുള്ള ആദിത്യൻ എന്ന മകൻ. അവൻ അമ്മയുടെ സാരിത്തുമ്പിൽ മുറുകെ പിടിച്ച് അപരിചിതമായ എന്തോ കാണുന്നത് പോലെ പേടിയോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. നന്ദിത ആ വീടിന്റെ വലിയ തേക്ക് വാതിലിലേക്ക് നോക്കി നിന്നു. മനസ്സിനുള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. 6 മാസം മുമ്പ് ഇതേ പടിയിറങ്ങി പോകുമ്പോൾ ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരികെ വരില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞതായിരുന്നു അവൾ. പലതവണ അവളുടെ കൈകൾ വാതിൽക്കൽ മുട്ടാൻ ഉയർന്നുവെങ്കിലും ഓരോ തവണയും അഭിമാനം അവളെ തടഞ്ഞു. നീ എന്തിനാണ് തോറ്റു കൊടുക്കുന്നത് എന്ന് അവളുടെ മനസ്സ് ചോദിച്ചു. പക്ഷേ മകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ ആത്മവിശ്വാസം ചോർന്നുപോയി. ഒടുവിൽ വിറക്കുന്ന കൈകളോടെ അവൾ കോളിംഗ് ബെൽ അമർത്തി. ആ ശബ്ദം ആ വലിയ വീടിനുള്ളിൽ പ്രതിധ്വനിച്ചു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അകത്തുനിന്ന് ഭാരമേറിയ കാലടി ശബ്ദം കേട്ടു. വാതിൽ തുറന്നത് രാഘവനായിരുന്നു. 32 വയസ്സുകാരനായ രാഘവൻ മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ടതും ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ സ്തംഭിച്ചുപോയി. 6 മാസങ്ങൾക്ക് മുമ്പ് കോടതിയുടെ വരാന്തയിൽ വെച്ച് നിയമപരമായി ബന്ധം വേർപ്പെടുത്തി പിരിഞ്ഞ അതേ നന്ദിത. മുഷിഞ്ഞ വസ്ത്രങ്ങളും അലങ്കോലമായ മുടിയുമായി നിൽക്കുന്ന അവളെയല്ല അവൻ പ്രതീക്ഷിച്ചിരുന്നത്. അവരുടെ ഇടയിൽ ഭാരമേറിയ ഒരു മൗനം തളം കെട്ടി നിന്നു. രാഘവന്റെ കണ്ണുകളിൽ ദേഷ്യവും സങ്കടവും മാറി മാറി വന്നു. നന്ദിതയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അവൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ആ പഴയ വീടിന്റെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ പഴയ 1000 ഓർമ്മകൾ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി. ഈ മുറ്റത്ത് വെച്ചാണ് അവർ ആദ്യമായി ഒന്നിച്ച് നിലവിളക്ക് കൊളുത്തിയത്. ഈ ഉമ്മറത്തിരുന്നാണ് അവർ ഭാവിയിലെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. പക്ഷേ ഇന്ന് അവർ രണ്ട് അപരിചിതരെ പോലെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. നീ എന്തിനാ അങ്ങോട്ട് വന്നത്? രാഘവന്റെ ശബ്ദം ഇടറിയിരുന്നു. നന്ദിത മറുപടി നൽകിയില്ല. അവൾ ആദിത്യനെ മുന്നിലേക്ക് നിർത്തി. ആ കുട്ടി തന്റെ അച്ഛനെ തിരിച്ചറിഞ്ഞോ എന്ന് വ്യക്തമായിരുന്നില്ല. അവൻ അമ്മയുടെ പിന്നിലേക്ക് ഒളിക്കാൻ ശ്രമിച്ചു. നന്ദിതയുടെ നിശബ്ദത രാഘവനെ കൂടുതൽ അസ്വസ്ഥനാക്കി. ഗ്രാമത്തിലെ ആരെങ്കിലും കാണുമോ എന്ന് ഭയന്ന് അവൻ ചുറ്റും നോക്കി. പാലക്കാട്ടെ ആ ചെറിയ ഗ്രാമത്തിൽ അപവാദങ്ങൾക്ക് വേഗത കൂടുതലാണെന്ന് അവൻ അറിയാം. അകത്തേക്ക് വരൂ, അവൻ പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു. നന്ദിത ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. ആ വീടിന്റെ അകത്തളങ്ങളിൽ പടർന്നിരിക്കുന്ന ശൂന്യത അവളെ ഭയപ്പെടുത്തി. മകനെ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ സോഫയുടെ ഒരറ്റത്തിരുന്നു. ഒരു പുതിയ യുദ്ധത്തിന്റെയോ അതോ ഒരു പുതിയ തുടക്കത്തിന്റെയോ ആമുഖമായിരുന്നു ആ നിമിഷം. രാഘവൻ വാതിലടച്ചു. പുറത്ത് വെളിച്ചം മങ്ങി ഇരുട്ട് പടരാൻ തുടങ്ങിയിരുന്നു. ആ വലിയ ലിവിംഗ് റൂമിലെ മൗനം ഒരു വല്ലാത്ത ഭാരമായി അവർക്കിടയിൽ നിറഞ്ഞു നിന്നു. നന്ദിത സോഫയുടെ ഒരറ്റത്ത് ഒതുങ്ങിയിരുന്ന് വിറക്കുന്ന കൈകൾ കൂട്ടിപ്പിടിച്ചു. രാഘവൻ അവളുടെ എതിരെയുള്ള കസേരയിൽ ഇരുന്നു. അവന്റെ കണ്ണുകളിൽ 1000 ചോദ്യങ്ങൾ തിരയടിക്കുന്നുണ്ടായിരുന്നു. ആദിത്യൻ അമ്മയുടെ സാരിത്തുമ്പിൽ മുറുകെ പിടിച്ച് അച്ഛനെ പേടിയോടെ നോക്കി. 6 മാസം ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു കാലയളവാണ്. അവൻ തന്റെ അച്ഛന്റെ മുഖം മറന്നു തുടങ്ങിയിരിക്കുന്നു എന്ന സത്യം രാഘവന്റെ ഉള്ളു വേദനിപ്പിച്ചു. നന്ദിത, നീ എന്താണൊന്നും മിണ്ടാത്തത്? ഈ അസമയത്ത് മകനെയും കൂട്ടി നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? രാഘവൻ ചോദിച്ചു. നന്ദിത പതുക്കെ തല ഉയർത്തി. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. വിറക്കുന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു, എനിക്കിനി ഇവനെ നോക്കാൻ കഴിയില്ല. ഇവൻ നിങ്ങളുടെ മകനാണ്. നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഇനി ഇവനെ നിങ്ങൾ നോക്കണം. രാഘവൻ ഞെട്ടിപ്പോയി. അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നന്ദിത? കോടതി അവനെ നിന്റെ കൂടെയല്ലേ വിട്ടത്? അന്ന് വാശി പിടിച്ച് അവനെ കൊണ്ടുപോയ നീ ഇന്നെന്താ ഇങ്ങനെ പറയുന്നത്? നന്ദിതയുടെ മുഖത്ത് ഒരു തരം മരവിപ്പായിരുന്നു. അന്ന് ഞാൻ വാശി പിടിച്ചു, അത് ശരിയാണ്. പക്ഷെ ജീവിതം ഞാൻ വിചാരിച്ചതുപോലെയല്ല. എനിക്ക് ജോലിയില്ല, വരുമാനമില്ല. എന്റെ വീട്ടിൽ ഞാനൊരു ഭാരമായി മാറിക്കഴിഞ്ഞു. എന്റെ മകന് ഒരു നല്ല ഭാവി കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അവന് വിശക്കുമ്പോൾ കൊടുക്കാൻ പോലും എന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. രാഘവൻ സ്തംഭിച്ചു നിന്നു. ഇടുക്കിയിലെ പച്ചപ്പുള്ള ഗ്രാമത്തിൽ നിന്ന് പാലക്കാട്ടെ ഈ തറവാട്ടിലേക്ക് വധുവായി വന്ന നന്ദിതയെ അവൻ ഓർത്തു. അന്ന് അവൾ എത്ര സുന്ദരിയായിരുന്നു, എത്ര സന്തോഷവതിയായിരുന്നു. ഇന്ന് അവളുടെ കവിളുകൾ ഒട്ടിയിരിക്കുന്നു. കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ വീണിരിക്കുന്നു. പാലക്കാട്ടെ ചൂടേറെ കാറ്റിൽ വാടിപ്പോയ ഒരു പൂവിനെ പോലെ അവൾ കാണപ്പെട്ടു. അമ്മേ, പോകല്ലേ! ആദിത്യൻ കരച്ചിലോടെ നന്ദിതയെ കെട്ടിപ്പിടിച്ചു. ആ കുഞ്ഞു ശബ്ദം ആ മുറിയിൽ പ്രതിധ്വനിച്ചു. നന്ദിത
അവനെ പതുക്കെ അടർത്തി മാറ്റി രാഘവന്റെ അടുത്തേക്ക് നീക്കി നിർത്തി. ആദി, ഇത് നിന്റെ അച്ഛനാണ്. അച്ഛന്റെ കൂടെ നിൽക്കണം. അമ്മ ഇപ്പോൾ വരാം. അതൊരു കള്ളമായിരുന്നുവെന്ന് രാഘവന് മനസ്സിലായി. അവൾ അവനെ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ പോവുകയാണോ? നന്ദിത, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഈ രാത്രിയിൽ തനിച്ച് എവിടെ പോകും? രാഘവൻ ആകുലതയോടെ ചോദിച്ചു. അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം 6 മാസം മുമ്പ് തീർന്നതാണ്. നിയമപരമായി നമ്മൾ അപരിചിതരാണ്. പക്ഷെ ഇവൻ നിന്റെ ചോരയാണ്. ഇവനെ തെരുവിലേക്ക് ഇറക്കിവിടാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് മാത്രം വന്നതാണ്. നന്ദിത എഴുന്നേറ്റു. അവൾ പടിപ്പുര ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ആദിത്യൻ ഉറക്കെ കരയാൻ തുടങ്ങി. അവന്റെ കരച്ചിൽ കേട്ട് രാഘവന്റെ ഉള്ളിൽ എന്തോ ഒന്ന് തകർന്നു. അവൻ ഓടിച്ചെന്ന് നന്ദിതയുടെ കയ്യിൽ പിടിച്ചു. നിൽക്കൂ, ഇങ്ങനെ നിനക്ക് പോകാൻ കഴിയില്ല. ചുരുങ്ങിയത് ഈ രാത്രി ഇവിടെ നിൽക്കൂ. നേരം വെളുത്തിട്ട് നമുക്ക് തീരുമാനിക്കാം. നന്ദിത കൈവിടാൻ ശ്രമിച്ചു. വേണ്ട, നിങ്ങളുടെ സഹതാപം എനിക്ക് വേണ്ട. നിങ്ങൾക്കെന്നെ എന്നും പരിഹസിക്കാനേ അറിയൂ. തടിച്ചി എന്ന് നിങ്ങൾ വിളിച്ചിരുന്ന ആ പഴയ നന്ദിതയല്ല ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് ഞാൻ വെറും ഒരു തോറ്റ പെണ്ണാണ്. നിങ്ങളുടെ ഈ വലിയ വീട്ടിൽ എനിക്ക് സ്ഥാനമില്ല. രാഘവന്റെ കൈകൾ അയഞ്ഞു. പഴയ ഓർമ്മകൾ അവനെ വേട്ടയാടാൻ തുടങ്ങി. താൻ തമാശക്ക് വിളിച്ച ആ ഒരു വാക്ക് എത്ര ആഴത്തിലാണ് അവളെ മുറിപ്പെടുത്തിയതെന്ന് അവൻ വൈകിയാണെങ്കിലും തിരിച്ചറിയുകയായിരുന്നു. പുറത്ത് കാറ്റ് ശക്തിയായി വീശാൻ തുടങ്ങി. മഴയുടെ ആദ്യ തുള്ളികൾ മണ്ണിൽ പതിച്ചു. നന്ദിത പടിപ്പുര കടന്ന് ഇരുട്ടിലേക്ക് നടന്നു നീങ്ങുന്നത് നോക്കി രാഘവൻ മകനെ ചേർത്തു പിടിച്ചു നിന്നു. മൗനം വീണ്ടും ആ വീടിനെ വിഴുങ്ങി. പെയ്തു തുടങ്ങിയ മഴയുടെ തണുപ്പ് ആ മുറിയിലേക്ക് ഇടിച്ചു കയറി. ആദിത്യന്റെ കരച്ചിൽ പതിയെ തേങ്ങലായി മാറി. നന്ദിത പടിപ്പുര കടന്നു പോകാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ മഴ അവളെ തടഞ്ഞു നിർത്തി. ആകാശത്ത് മിന്നൽ മിന്നി മറഞ്ഞപ്പോൾ അവൾ അറിയാതെ പിന്നോട്ട് മാറി. രാഘവൻ അവളെ നോക്കി നിന്നു. അവന്റെ ഉള്ളിൽ ദേഷ്യവും വിഷമവും ഒരേപോലെ തിരതല്ലുകയായിരുന്നു. അകത്തേക്ക് കയറി നിൽക്കൂ നന്ദിത. ഈ മഴയത്ത് എങ്ങോട്ട് പോകാനാണ്? രാഘവന്റെ ശബ്ദത്തിൽ ഇപ്പോൾ അധികാരത്തേക്കാൾ ഉപരി ഒരു തരം മടുപ്പായിരുന്നു. നന്ദിത വിറക്കുന്ന ശരീരത്തോടെ തിരികെ വരാന്തയിലേക്ക് കയറി. അവൾ അകത്തെ ഹാളിലേക്ക് നോക്കി. ഒരിക്കൽ ഐശ്വര്യം തുളുമ്പി നിന്നിരുന്ന ശിവശൈലം തറവാടിന്റെ ഉൾഭാഗം കണ്ട് നന്ദിത സ്തംഭിച്ചുപോയി. അവളുടെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. താൻ പൊന്നുപോലെ നോക്കിയിരുന്ന ആ വീടിപ്പോൾ ഒരു ശ്മശാനം പോലെ തോന്നിപ്പിച്ചു. ഹാളിന്റെ മൂലയിൽ പൊടി പിടിച്ച നിലയിൽ കിടക്കുന്ന സോഫകൾ, തറയിൽ ചിതറിക്കിടക്കുന്ന പഴയ പത്രങ്ങൾ, തുരുമ്പിച്ച ഊനാൽ, എല്ലാം ഒരു വലിയ തകർച്ചയുടെ കഥ പറയുന്നതായിരുന്നു. പൂജാമുറിയിലെ വിളക്ക് അണഞ്ഞു കിടക്കുന്നു. ഈ വീട് ഇതെന്താ ഇങ്ങനെയായത്? നന്ദിത അറിയാതെ ചോദിച്ചുപോയി. ഒരിക്കൽ രാഘവന്റെ അമ്മ തുളസിത്തറക്ക് ചുറ്റും നടന്നു പ്രാർത്ഥിച്ചിരുന്നതും അച്ഛൻ ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചിരുന്നതുമായ ആ സുവർണകാലം അവളുടെ ഓർമ്മയിൽ മിന്നി മറഞ്ഞു. രാഘവൻ ഒരു കൈപ്പേറിയ ചിരിയോടെ നിലത്ത് കിടന്ന ഒരു കളിപ്പാട്ടം കാലുകൊണ്ട് തട്ടിമാറ്റി. ഇതൊക്കെ ഇപ്പോൾ അന്വേഷിക്കാൻ നീ ആരാണ്? നീ പോയതോടെ ഈ വീടിന്റെ വെളിച്ചം പോയി നന്ദിത. അമ്മയും അച്ഛനും പോയി. അതോടെ എല്ലാം തീർന്നു. അവന്റെ വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ച വേദന നന്ദിതയുടെ നെഞ്ചിൽ തുളച്ചു കയറി. നന്ദിത ആ വീടിന്റെ ഓരോ മൂലയിലേക്കും നോക്കി. ഡൈനിങ് ടേബിളിന് മുകളിൽ കഴുകാത്ത പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. അടുക്കളയിൽ നിന്ന് വല്ലാത്തൊരു ഗന്ധം വരുന്നുണ്ടായിരുന്നു. അവൾ പോയതിനു ശേഷം രാഘവൻ ഒരു യന്ത്രത്തെ പോലെയാണ് ജീവിച്ചിരുന്നതെന്ന് ആ കാഴ്ചയിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. നന്ദിതക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. താൻ ഇറങ്ങിപ്പോയത് തന്റെ അവകാശത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ അത് ഇത്ര വലിയൊരു നാശത്തിന് കാരണമാകുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ആദിത്യൻ പതുക്കെ മുറിക്കുള്ളിലേക്ക് നടന്നു. അവൻ തന്റെ പഴയ തടിയിലുണ്ടാക്കിയ ആനക്കുട്ടിയെ ഒരു മൂലയിൽ കണ്ടുപിടിച്ചു. അത് കയ്യിലെടുത്തപ്പോൾ അവന്റെ മുഖത്ത് ഒരു ചെറിയ ചിരി വിരിഞ്ഞു. അച്ഛാ, ഇതെന്റെ ആനക്കുട്ടിയല്ലേ? ആ ചോദ്യം കേട്ടപ്പോൾ രാഘവന്റെ കണ്ണ് നിറഞ്ഞു. അവൻ ആദിത്യനെ അടുത്ത് വിളിച്ച് മടിയിലിരുത്തി. അമ്മയും അച്ഛനും എങ്ങനെയാ മരിച്ചത്? അവർക്ക് സുഖമില്ലായിരുന്നപ്പോൾ എന്നെ ആരും വിളിച്ചില്ലല്ലോ. നന്ദിതയുടെ സ്വരം താഴ്ന്നിരുന്നു. രാഘവൻ അവളെ രൂക്ഷമായി നോക്കി. വിളിക്കാൻ നീ എവിടെയായിരുന്നു? വിവാഹമോചനത്തിന് നോട്ടീസ് കിട്ടിയപ്പോൾ നീ പറഞ്ഞത് ഇനിയൊരു ബന്ധം വേണ്ടെന്നല്ലേ? അവർ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു നന്ദിത. മരുമകളായല്ല, സ്വന്തം മകളായി. നീ ഇറങ്ങിപ്പോയ അന്നു മുതൽ അമ്മ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. അച്ഛൻ തളർന്നുപോയി. നീ തകർത്തത് എന്റെ ജീവിതം മാത്രമല്ല, 2 പാവം മനുഷ്യരുടെ ജീവൻ കൂടിയാണ്. നന്ദിത സോഫയിലേക്ക് തളർന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ സാധാരണയായി ഒഴുകി. താൻ എടുത്ത ഉറച്ച തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് അവൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. പാലക്കാട്ടെ ഈ തറവാട്ടിലെ ഓരോ തൂണിലും താൻ ചിലവഴിച്ച സന്തോഷ നിമിഷങ്ങൾ അവളോട് പരിഭവിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. മഴ പുറത്ത് കനത്തു പെയ്തുകൊണ്ടിരുന്നു. ഇലക്ട്രിസിറ്റി പോയതോടെ വീട് ഇരുട്ടിലാണ്ടു. രാഘവൻ ഒരു മെഴുകുതിരി തെളിയിച്ചു. ആ ചെറിയ വെളിച്ചത്തിൽ അവർ 3 പേരും പരസ്പരം നോക്കിയിരുന്നു. വാക്കുകളില്ലാത്ത ആ നിമിഷത്തിൽ തകർന്നു പോയ ഒരു
പഴയ കുടുംബത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ അവർ 3 പേരും 3 ഒറ്റപ്പെട്ട ദ്വീപുകളെ പോലെ തോന്നിപ്പിച്ചു. ആ രാത്രി അവസാനിക്കില്ലെന്ന് അവർക്ക് തോന്നി. മൗനം വീണ്ടും അവരെ വരിഞ്ഞു മുറുക്കി. ആ ഇരുട്ടിലിരുന്ന് മെഴുകുതിരി വെട്ടത്തിലേക്ക് നോക്കുമ്പോൾ നന്ദിതയുടെ മനസ്സ് 5 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. ഇടുക്കിയുടെ തണുപ്പുള്ള കുന്നിൻ ചെരുവുകളിൽ ഏലത്തോട്ടങ്ങൾക്കും തേയിലക്കാടുകൾക്കും ഇടയിലുള്ള അവളുടെ കൊച്ചു വീട്. അവിടെ നിന്നാണ് രാഘവൻ അവളെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഒരു സാധാരണ കർഷക കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു അവൾ. നഗരത്തിന്റെ ആഡംബരങ്ങളോ ബഹളങ്ങളോ അറിയാത്ത നിഷ്കളങ്കമായ ചിരിയുള്ള സുന്ദരി. വിവാഹാലോചന വന്നപ്പോൾ രാഘവന്റെ കുടുംബം പാലക്കാട്ടെ പേരുള്ള തറവാടാണെന്ന് അറിഞ്ഞപ്പോൾ നന്ദിതയുടെ അച്ഛന് വലിയ സന്തോഷമായിരുന്നു. മോളെ, വലിയ തറവാട്ടേരാണ്, നിന്നെ അവർ പൊന്നുപോലെ നോക്കും എന്നു പറഞ്ഞ് നെറുകയിൽ ഉമ്മ വെച്ചാണ് അദ്ദേഹം അവളെ യാത്രയാക്കിയത്. പാലക്കാട്ടെ ചൂടിലേക്ക് അവൾ വന്നത് വലിയ പ്രതീക്ഷകളോടെയായിരുന്നു. വിവാഹത്തിന്റെ ആദ്യ നാളുകൾ ഒരു സ്വപ്നം പോലെ സുന്ദരമായിരുന്നു. രാഘവൻ കൊച്ചിയിലെ ഒരു പ്രമുഖ കമ്പനിയിൽ എഞ്ചിനീയറാണ്. ആഴ്ച അവസാനം അവൻ വീട്ടിലെത്തുമ്പോൾ നന്ദിതക്ക് ഉത്സവമായിരുന്നു. അവർ ഒന്നിച്ച് കൽപ്പാത്തി പുഴയുടെ തീരത്ത് നടക്കാൻ പോകും. രാഘവൻ അവളെ തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കും. അവൻ വാങ്ങിക്കൊടുക്കുന്ന മുല്ലപ്പൂവിന്റെ മണം ഇപ്പോഴും അവളുടെ ഓർമ്മയിലുണ്ട്. നന്ദിത, നീ വന്നതോടെയാണ് ഈ വീടിന് ഒരു ഐശ്വര്യം വന്നത് എന്ന് രാഘവന്റെ അമ്മ ലക്ഷ്മി അമ്മ എപ്പോഴും പറയും. അവൾ ആ വീടിന്റെ മരുമകളായല്ല, മകളായാണ് വളർന്നത്. രാഘവന്റെ അച്ഛൻ ശേഖരൻ നായർക്ക് അവൾ ഉണ്ടാക്കുന്ന കടുപ്പത്തിലുള്ള ചായ വലിയ ഇഷ്ടമായിരുന്നു. പത്രം വായിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അവളെ വിളിച്ച് നാട്ടിലെ വിശേഷങ്ങൾ പങ്കുവെക്കും. രാഘവൻ നന്ദിതയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ജോലിക്കിടയിൽ കിട്ടുന്ന ഇടവേളകളിൽ അവൻ അവളെ വിളിക്കും. എടി കാട്ടുപെണ്ണേ, ഇടുക്കിയിലെ തണുപ്പില്ലാത്ത പാലക്കാട് നിനക്ക് ബോറടിക്കുന്നുണ്ടോ എന്നവൻ ചോദിക്കുമ്പോൾ അവൾ ചിരിക്കുമായിരുന്നു. ഇവിടെ എല്ലാവരുടെയും സ്നേഹത്തിന്റെ തണുപ്പുണ്ടല്ലോ രാഘവേട്ട എന്നായിരുന്നു അവളുടെ മറുപടി. 2 വർഷം കഴിഞ്ഞ് അവർക്ക് ആദിത്യൻ ജനിച്ചതോടെ ആ സന്തോഷം ഇരട്ടിയായി. ആ കുഞ്ഞിന്റെ കരച്ചിലും ചിരിയും ആ 4 കെട്ടിനുള്ളിൽ പുത്തൻ ഉണർവ് നൽകി. രാഘവൻ ഒരു നല്ല അച്ഛനായി മാറി. ഓഫീസിൽ നിന്ന് വരുമ്പോൾ മകന് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളുമായിട്ടാണ് അവൻ വരിക. നന്ദിതക്ക് തന്റെ ജീവിതം പൂർണ്ണമായെന്ന് തോന്നി. എന്നാൽ ആ സന്തോഷങ്ങൾക്കിടയിൽ എപ്പോഴോ ആണ് രാഘവന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. ജോലിഭാരവും ഉത്തരവാദിത്തങ്ങളും കൂടിയപ്പോൾ അവൻ പരുഷമായി സംസാരിക്കാൻ തുടങ്ങി. പണ്ട് പ്രണയത്തോടെ വിളിച്ചിരുന്ന വിളികൾ പരിഹാസത്തിന് വഴിമാറി. ആദിത്യന്റെ ജനനശേഷം നന്ദിതയുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ അല്പം തടിച്ചതും മുഖത്തെ തിളക്കം കുറഞ്ഞതും അവൻ കളിയാക്കാൻ ഒരു കാരണമാക്കി. ആദ്യമൊക്കെ നന്ദിത അത് കാര്യമാക്കിയില്ല. രാഘവേട്ടൻ തമാശക്ക് പറയുന്നതല്ലേ എന്ന് കരുതി അവൾ ക്ഷമിച്ചു. പക്ഷേ ആ തമാശകൾ പിന്നീട് അവളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ തുടങ്ങി. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ച് അവൻ അവളെ പരിഹസിക്കുമ്പോൾ അവളുടെ ഉള്ളുലഞ്ഞു. ഇടുക്കിയിലെ ആ നിഷ്കളങ്കയായ പെൺകുട്ടി പാലക്കാട്ടെ ഈ വലിയ തറവാട്ടിനുള്ളിൽ പതുക്കെ ഒറ്റപ്പെട്ട് തുടങ്ങുകയായിരുന്നു. പ്രണയത്തിന്റെ ആ പഴയ സുഗന്ധം മാഞ്ഞു. പകരം കയ്പേറിയ വാക്കുകളുടെ പുക പടർന്നു തുടങ്ങിയിരുന്നു. ആ ഇരുട്ടിലിരുന്ന് ആലോചിക്കുമ്പോൾ എവിടെയാണ് തങ്ങൾക്ക് തെറ്റിയതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. മൗനം വീണ്ടും അവരെ വേട്ടയാടി. ആദിത്യന്റെ വരവ് പാലക്കാട്ടെ ആ വലിയ തറവാട്ടിൽ ഒരു ഉത്സവമായിരുന്നു. കൽപ്പാത്തി പുഴയിലെ ഓളങ്ങൾ പോലെ ആ വീട്ടിൽ സന്തോഷം അലതല്ലി. രാഘവന്റെ അച്ഛൻ ശേഖരൻ നായർ തന്റെ പേരക്കുട്ടിയെ കൈകളിൽ ഏന്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. നമ്മുടെ കുടുംബത്തിന്റെ വിളക്കാണ് ഇവൻ എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു. നന്ദിതക്ക് അതൊരു പുണ്യമായിരുന്നു. മകനെ നെഞ്ചോട് ചേർക്കുമ്പോൾ ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും തനിക്ക് ലഭിച്ചുവെന്ന് അവൾ കരുതി. എന്നാൽ ഒരു കുഞ്ഞിനെ വളർത്തുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ആദിത്യൻ ജനിച്ചതോടെ നന്ദിതയുടെ ജീവിതം പൂർണ്ണമായും അവന് ചുറ്റുമായി. രാത്രികളിൽ അവന് സുഖമില്ലാതെയാകുമ്പോൾ ഉറക്കമില്ലാതെ അവൾ കാവലിരുന്നു. രാഘവൻ കൊച്ചിയിലെ തിരക്കേറിയ ജോലി കഴിഞ്ഞു വരുമ്പോൾ തളർന്നിട്ടുണ്ടാകും. അവനെ ശല്യം ചെയ്യരുതെന്ന് കരുതി നന്ദിത എല്ലാ കഷ്ടപ്പാടുകളും തനിയെ സഹിച്ചു. തന്റെ സൗന്ദര്യത്തെക്കുറിച്ചോ വസ്ത്രധാരണത്തെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും അവൾക്ക് സമയം കിട്ടിയില്ല. മാസങ്ങൾ കടന്നുപോയപ്പോൾ നന്ദിതയുടെ ശരീരപ്രകൃതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. പ്രസവശേഷം ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ടും വ്യായാമം ഇല്ലാത്തതുകൊണ്ടും അവൾ അല്പം തടിച്ചു. അവളുടെ കവിളുകൾ തുടുത്തു. പഴയ ചുരിദാറുകൾ അവൾക്ക് പാകമില്ലാതെയായി. ഒരു ദിവസം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾക്കും തോന്നി പഴയ ആ ഇടുക്കിക്കാരി പെൺകുട്ടി എവിടെയോ മറഞ്ഞു പോയിരിക്കുന്നു എന്ന്. പക്ഷേ മകന്റെ ചിരിക്കു പിന്നിൽ ആ സങ്കടങ്ങളെല്ലാം അവൾ മറന്നു. പക്ഷേ രാഘവൻ അത് മറന്നില്ല. ഒരു ദിവസം
ദിവസം വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടി നന്ദിത, നീ ഇപ്പോൾ ആകെ മാറിപ്പോയല്ലോ. ഒരു മത്തങ്ങയെ പോലെ ഇരിക്കുന്നു. പഴയ ആ മെലിഞ്ഞ പെൺകുട്ടി എവിടെ പോയി? ആദ്യമൊക്കെ അവൾ അത് വെറും ഒരു തമാശയായി എടുത്തു. സാരമില്ല രാഘവേട്ട, മകൻ വളരുമ്പോൾ ഞാൻ പഴയതുപോലെയാകും, അവൾ പുഞ്ചിരിയോടെ മറുപടി നൽകി. പക്ഷേ രാഘവന്റെ പരിഹാസം അവിടെ അവസാനിച്ചില്ല. വീട്ടിൽ വരുന്ന ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ച് അവൻ അവളെ തടിച്ചി എന്ന് വിളിക്കാൻ തുടങ്ങി. ഇവൾക്കിപ്പോൾ ഭക്ഷണം കഴിക്കാനേ നേരമുള്ളൂ, നോക്കൂ എത്ര തടിച്ചുവെന്ന് എന്നവൻ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ നന്ദിതയുടെ ഹൃദയം വേദനിച്ചു. മറ്റുള്ളവർ ചിരിക്കുമ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. തന്റെ ഭർത്താവ് തന്നെ സംരക്ഷിക്കുമെന്നും ബഹുമാനിക്കുമെന്നും കരുതിയ അവൾക്ക് അതൊരു വലിയ വേദനയായിരുന്നു. രാഘവേട്ട, പ്ലീസ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ അങ്ങനെ വിളിക്കരുത്, എനിക്ക് സങ്കടമാകും എന്നവൾ സ്വകാര്യമായി പലതവണ പറഞ്ഞു. പക്ഷേ രാഘവൻ അത് ഗൗരവമായി എടുത്തില്ല. നീ എന്തിനാണ് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുന്നത്? ഞാൻ വെറുതെ തമാശക്ക് പറയുന്നതല്ലേ, അവൻ നിസാരമായി പറഞ്ഞു. മനുഷ്യന്റെ മനസ്സ് ഒരു കണ്ണാടി പോലെയാണ്, ചെറിയൊരു വിള്ളൽ വീണാൽ അത് പതുക്കെ വലുതാകും. രാഘവന്റെ ആ തമാശ നന്ദിതയുടെ ഉള്ളിൽ ഒരു മുറിവായി മാറി. രാത്രികളിൽ മകനെ ഉറക്കിക്കഴിയുമ്പോൾ അവൾ തനിയെ ഇരുന്ന് കരഞ്ഞു. താൻ സ്നേഹിക്കുന്ന പുരുഷൻ തന്നെ ഒരു കോമാളിയായി കാണുന്നു എന്ന തിരിച്ചറിവ് അവളെ തളർത്തി. രാഘവന്റെ വാക്കുകൾ അവളുടെ മനസ്സിനെ പൊള്ളിച്ചു. പ്രണയത്തിന്റെ ആഴം കുറയുന്നതും പകരം ഒരു മതിൽ തങ്ങൾക്കിടയിൽ ഉയരുന്നതും അവൾ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. ആ മതിലിന് അപ്പുറം രാഘവൻ തന്റെ ലോകത്തും ഇപ്പുറം നന്ദിത തന്റെ വേദനകളിലും ഒറ്റപ്പെട്ട് തുടങ്ങുകയായിരുന്നു. മൗനം വീണ്ടും അവരുടെ ഇടയിൽ കനത്തു. പാലക്കാട്ടെ വേനൽ ചൂട് കഠിനമായ ഒരു ഏപ്രിൽ മാസമായിരുന്നു അത്. കൽപ്പാത്തി പുഴയിലെ വെള്ളം വറ്റി തുടങ്ങിയിരുന്നു. അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത പടർന്നിരുന്നു. ആദിത്യന് കഴിഞ്ഞ 2 ദിവസമായി നല്ല പനിയാണ്. രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ നനഞ്ഞ തുണി കൊണ്ട് മകന്റെ നെറ്റി തുടച്ച് നന്ദിത അവനെ പരിചരിക്കുകയായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ അവളുടെ കണ്ണുകളെ തളർത്തിയിരുന്നു. ശരീരം വേദന കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം രാഘവൻ ഓഫീസിൽ നിന്ന് വന്നത് വല്ലാത്തൊരു മൂഡിലാണ്. കൊച്ചിയിലെ ട്രാഫിക്കും ഓഫീസിലെ സമ്മർദ്ദവും അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. വീട്ടിൽ വന്നയുടനെ അയാൾ സോഫയിലേക്ക് തളർന്നിരുന്നു. നന്ദിത അടുക്കളയിൽ ആദിത്യനു വേണ്ടിയുള്ള കഞ്ഞി തയ്യാറാക്കുകയായിരുന്നു. എടി തടിച്ചി, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തേ, ഇവിടെ ചൂട് സഹിക്കാൻ വയ്യ, രാഘവൻ പതിവ് പോലെ പരിഹാസത്തോടെ വിളിച്ചു പറഞ്ഞു. ആ വാക്ക് ആ നിമിഷം നന്ദിതയുടെ കാതുകളിൽ ഒരു ഇടിത്തീ പോലെയാണ് പതിച്ചത്. ദിവസങ്ങളായുള്ള ഉറക്കമില്ലായ്മയും മകന്റെ അസുഖം നൽകിയ ആശങ്കയും അവളെ മാനസികമായി തളർത്തിയിരുന്നു. അവളുടെ നിയന്ത്രണം വിട്ടു. കയ്യിലിരുന്ന തവ താഴെയിട്ട് അവൾ ഹാളിലേക്ക് ഓടി വന്നു. ഇനി ഒരിക്കൽ കൂടി എന്നെ അങ്ങനെ വിളിക്കരുത്, നന്ദിത ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവളുടെ ശബ്ദം ആ 4 കെട്ടിനുള്ളിൽ പ്രതിധ്വനിച്ചു. രാഘവൻ ഞെട്ടിപ്പോയി. നന്ദിത ഇത്ര ദേഷ്യപ്പെട്ട് താൻ കണ്ടിട്ടില്ല. നീ എന്തേ ഒരു തമാശ പറഞ്ഞതിന് എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? രാഘവൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. തമാശയോ? നിങ്ങൾക്കിതൊരു തമാശ ആയിരിക്കാം രാഘവ, പക്ഷെ എനിക്കിത് ഓരോ ദിവസവും ഏൽക്കുന്ന മുറിവാണ്. ഞാൻ നിങ്ങളുടെ അടിമയല്ല, നിങ്ങളുടെ കുട്ടിയെ പ്രസവിച്ച് വളർത്തുന്ന ഒരു സ്ത്രീയാണ്. എന്റെ ശരീരം മാറിയത് നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകിയതുകൊണ്ടാണ്. അതിനെ പരിഹസിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? നന്ദിതയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. രാഘവന്റെ അഹങ്കാരത്തിന് അതൊരു വലിയ തിരിച്ചടിയായി. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. എന്റെ വീട്ടിൽ എന്റെ ചിലവിൽ കഴിഞ്ഞിട്ട് എനിക്ക് നേരെ ശബ്ദം ഉയർത്തുന്നോ? നിനക്ക് അത്രക്ക് വിഷമമാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകാം, ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് രാഘവൻ പറഞ്ഞു. ഇറങ്ങിപ്പോകാനോ? ഇതെന്റെയും വീടല്ലേ? നന്ദിത ചോദിച്ചു. അല്ല, ഇതെന്റെ വീടാണ്. നിനക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിപ്പോകാം, രാഘവൻ ക്രൂരമായി പരിഹസിച്ചു. തർക്കം മുറുകി. നന്ദിത രാഘവന്റെ അഹങ്കാരത്തെ ചോദ്യം ചെയ്തു. നിയന്ത്രണം നഷ്ടപ്പെട്ട രാഘവൻ ഒരു നിമിഷത്തെ ആവേശത്തിൽ നന്ദിതയുടെ മുഖത്തടിച്ചു. ഒച്ച കേട്ട് പൂജാമുറിയിൽ നിന്ന് ഓടി വന്ന രാഘവന്റെ മാതാപിതാക്കൾ ആ കാഴ്ച കണ്ട് സ്തബ്ധരായി നിന്നു. ആദിത്യൻ ഉറക്കത്തിൽ നിന്ന് നെട്ടി എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. ആ മുറിയിൽ പെട്ടെന്ന് ഒരു നിശബ്ദത പടർന്നു. തന്റെ ഭർത്താവ് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നത് നന്ദിതക്ക് വിശ്വസിക്കാനായില്ല. അവൾ തന്റെ കവിളിൽ കൈവച്ച് രാഘവനെ നോക്കി. ആ നോട്ടത്തിൽ സ്നേഹമല്ലായിരുന്നു, വെറും വെറുപ്പ് മാത്രമായിരുന്നു. ശരി, നിങ്ങൾ ജയിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ അഹങ്കാരമാണ് വലുതെങ്കിൽ എനിക്ക് എന്റെ അന്തസ്സാണ് വലുത്. ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോകുന്നു, നന്ദിത ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. രാഘവന്റെ അമ്മ ലക്ഷ്മി അമ്മ കരഞ്ഞുകൊണ്ട് അവളെ തടയാൻ ശ്രമിച്ചു. മോളെ, അവൻ അറിയാതെ ചെയ്തതാണ്, നീ പോകല്ലേ. പക്ഷെ നന്ദിത കേട്ടില്ല. അവൾ ആദിത്യനെ എടുത്ത് തന്റെ തുണികളെല്ലാം ഒരു ബാഗിലാക്കി
പടിപ്പുര കടന്ന് അവൾ പുറത്തേക്ക് നടക്കുമ്പോൾ രാഘവൻ തടയാൻ ശ്രമിച്ചില്ല. അവന്റെ അഹങ്കാരം അവനെ വിലക്കി. പാലക്കാട്ടെ ആ രാത്രിയിൽ അവന്റെ തറവാടിന്റെ ഐശ്വര്യം പടയിറങ്ങി പോകുന്നത് നോക്കി രാഘവൻ അവിടെ നിന്നു. നന്ദിത പടയിറങ്ങിപ്പോയ ആ രാത്രി ശിവശൈല്യം തറവാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രിയായിരുന്നു. രാഘവൻ തന്റെ മുറിയിൽ തനിച്ചിരുന്ന് സിഗരറ്റ് പുകച്ചു. അവന്റെ ഉള്ളിൽ ദേഷ്യമായിരുന്നു. അവൾ പൊയ്ക്കോട്ടെ. എത്ര ദിവസം അവൾക്ക് തന്റെ വീട്ടിൽ നിൽക്കാൻ കഴിയും? 2 ദിവസം കഴിയുമ്പോൾ അവൾക്ക് മടുക്കും. അപ്പോൾ കാലു പിടിച്ച് ഇങ്ങോട്ട് തന്നെ വരും എന്നായിരുന്നു അവന്റെ അഹങ്കാരം അവനോട് പറഞ്ഞത്. പക്ഷേ ദിവസങ്ങൾ ആഴ്ചകളായി മാറി. നന്ദിത വന്നില്ല. അവൾ ഇടുക്കിയിലെ തന്റെ വീട്ടിലെത്തിയെന്ന് രാഘവൻ അറിഞ്ഞു. രാഘവന്റെ അച്ഛൻ ശേഖരൻ നായർ പലതവണ മകനോട് പറഞ്ഞു, രാഘവ, നീ പോയി അവളെ കൂട്ടിക്കൊണ്ട് വാ. ഒരു ചെറിയ പിണക്കത്തിന്റെ പേരിൽ ഒരു കുടുംബം തകർക്കരുത്. ആ കുഞ്ഞവിടെ അച്ഛനില്ലാതെ വളരേണ്ടവനല്ല. പക്ഷെ രാഘവൻ വഴങ്ങിയില്ല. അവൾ തനിയെ പോയതാണ്, അവൾ തന്നെ തിരിച്ചു വരണം എന്നായിരുന്നു അവന്റെ വാശി. ഈ കുടുംബ കലഹം ഏറ്റവും കൂടുതൽ ബാധിച്ചത് രാഘവന്റെ മാതാപിതാക്കളെയായിരുന്നു. ലക്ഷ്മി അമ്മക്ക് നന്ദിത വെറും ഒരു മരുമകളായിരുന്നില്ല. വീടിന്റെ ഐശ്വര്യം പോയതോടെ ലക്ഷ്മി അമ്മ കിടപ്പിലായി. മകന്റെ വാശിയും മരുമകളുടെ അഭാവവും ആ പാവം സ്ത്രീയെ മാനസികമായി തകർത്തു. അവർ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. ഇടയ്ക്കിടെ ആദിമോൻ എവിടെ എന്ന് ചോദിച്ച് അവർ കരയും. 1 മാസം കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മക്ക് കഠിനമായ ഹൃദയാഘാതം ഉണ്ടായി. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മരിക്കാൻ നേരവും അവർ നന്ദിതയുടെ പേര് വിളിച്ചുകൊണ്ടിരുന്നു. നന്ദിതയെ വിവരം അറിയിച്ചുവെങ്കിലും രാഘവന്റെ അഹങ്കാരവും തന്റെ വീട്ടുകാരുടെ തടസ്സവും കാരണം അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ട അമ്മായിയമ്മയുടെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാത്തത് നന്ദിതയുടെ ജീവിതത്തിലെ വലിയൊരു മുറിവായി മാറി. ഭാര്യയുടെ മരണം ശേഖരൻ നായരെ പൂർണ്ണമായും തളർത്തി. തന്റെ കൂട്ടുപോയതോടെ അദ്ദേഹം ഒറ്റക്കായി. ആ വലിയ നാലുകെട്ടിൽ അദ്ദേഹം ഒരു നിഴല് പോലെ നടന്നു. രാഘവൻ ജോലിയുടെ തിരക്കിലും സ്വന്തം ഈഗോയിലും മുഴുകി അച്ഛനെ ശ്രദ്ധിച്ചതേയില്ല. ഒടുവിൽ ഭാര്യ മരിച്ച് കൃത്യം 3 മാസം തികഞ്ഞ ദിവസം ശേഖരൻ നായരും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഉറക്കത്തിൽ ശാന്തനായി അദ്ദേഹം യാത്രയായി. രാഘവൻ തകർന്നുപോയി. ഒരേ സമയം അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടതോടെ ആ വലിയ വീട് അവനെ വിഴുങ്ങാൻ വരുന്നതുപോലെ തോന്നി. അവൻ ഒറ്റക്കായി. വീടിന്റെ ഓരോ മൂലയിലും അവരുടെ ഓർമ്മകൾ അവനെ വേട്ടയാടി. നന്ദിത കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെ മാതാപിതാക്കൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നവൻ വൈകി തിരിച്ചറിഞ്ഞു. പക്ഷെ അപ്പോഴും നന്ദിതയോടുള്ള ദേഷ്യം അവന്റെ ഉള്ളിൽ കനലായി അവശേഷിച്ചു. അവൻ നന്ദിതക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. നിനക്കെന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ ബന്ധം നിയമപരമായി അവസാനിപ്പിക്കാം എന്നതായിരുന്നു നോട്ടീസിന്റെ ഉള്ളടക്കം. ഇടുക്കിയിൽ വെച്ച് ആ നോട്ടീസ് കൈപ്പറ്റുമ്പോൾ നന്ദിതയുടെ കണ്ണുകളിൽ നിന്ന് രക്തം വരുന്നതുപോലെ അവൾക്ക് തോന്നി. താൻ സ്നേഹിച്ച പുരുഷൻ തന്നെ ഇത്ര വേഗത്തിൽ ഉപേക്ഷിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. കോടതിയിൽ വെച്ച് അവർ പരസ്പരം കണ്ടു. രാഘവന്റെ കണ്ണുകളിൽ അന്ന് കണ്ട തിളക്കം പോയിരുന്നു. അവനാകെ ക്ഷീണിച്ചിരുന്നു. എങ്കിലും അവർ തമ്മിൽ മിണ്ടിയില്ല. കോടതി ആദിത്യനെ നന്ദിതയുടെ കൂടെ വിട്ടു. ആദിത്യൻ അച്ഛന്റെ കൈ പിടിച്ച് കരഞ്ഞു. അച്ഛാ, കൂടെ വരൂ. പക്ഷേ രാഘവൻ മുഖം തിരിച്ചു. അഹങ്കാരം വീണ്ടും ജയിച്ചു. പക്ഷേ സ്നേഹം തോറ്റുപോയി. പാലക്കാട്ടെ കോടതി മുറിയിൽ വെച്ച് ആ ബന്ധം ഔദ്യോഗികമായി അവസാനിച്ചു. രാഘവൻ തന്റെ ശൂന്യമായ തറവാട്ടിലേക്കും നന്ദിത തന്റെ അനിശ്ചിതമായ ഭാവിയിലേക്കും മകനെയും കൂട്ടി യാത്രയായി. മൗനം വീണ്ടും അവരുടെ ലോകത്തെ ഭരിച്ചു. വിവാഹമോചനത്തിനു ശേഷം നന്ദിത ഇടുക്കിയിലെ തന്റെ ജന്മനാട്ടിലേക്ക് മടങ്ങിയത് വലിയൊരു ആശ്വാസം തേടിയായിരുന്നു. അവിടെ തന്റെ അച്ഛനും അമ്മയും സഹോദരനും ഉണ്ടെന്ന ധൈര്യത്തിലായിരുന്നു അവൾ. കോടതി വഴി രാഘവനിൽ നിന്ന് ലഭിച്ച ജീവനാംശ തുകയായ 10 ലക്ഷം രൂപ അവൾ തന്റെ സഹോദരൻ സുരേഷിനെ വിശ്വസിച്ചേൽപ്പിച്ചു. സാരമില്ല മോളെ, നിനക്കും മോനും ഇവിടെ എന്നും സ്ഥാനമുണ്ടാകും എന്നായിരുന്നു തുടക്കത്തിൽ സുരേഷിന്റെ വാക്കുകൾ. എന്നാൽ ആശ്വാസം അധിക നാൾ നീണ്ടുനിന്നില്ല. മാസങ്ങൾ കടന്നുപോയപ്പോൾ വീടിനുള്ളിലെ അന്തരീക്ഷം മാറി മറിഞ്ഞു. നന്ദിത ഏൽപ്പിച്ച പണം സുരേഷ് തന്റെ ബിസിനസ്സിലെ കടങ്ങൾ വീട്ടാൻ ഉപയോഗിച്ചു. പണം തീർന്നതോടെ സഹോദരന്റെയും അവന്റെ ഭാര്യ സുനിതയുടെയും സ്വഭാവം വല്ലാതെ മാറി. ഒരു കാലത്ത് തന്നെ താലോലിച്ച് വളർത്തിയ അതേ വീട്ടിൽ നന്ദിത ഇപ്പോൾ ഒരു അനാവശ്യ അതിഥിയായി മാറി. നീ എത്ര കാലം ഇങ്ങനെ ഇവിടെ വെറുതെ ഇരിക്കും? നിന്റെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ എത്ര ചിലവാണെന്ന് അറിയാമോ? സുനിത അടുക്കളയിൽ വെച്ച് മനഃപൂർവ്വം കേൾക്കെ പറഞ്ഞു തുടങ്ങി. ഓരോ നേരത്തെ ഭക്ഷണവും നന്ദിതക്ക് കൈപ്പേറിയതായി തോന്നി. തന്റെ മകൻ ആദിത്യൻ ഒരു ബിസ്ക്കറ്റ് ചോദിച്ചാൽ പോലും ഇവിടെ പൈസ മരത്തിൽ കായ്ക്കുകയല്ല എന്നു മറുപടിയാണ് അവൾക്ക് ലഭിച്ചിരുന്നത്. സ്വന്തം മാതാപിതാക്കൾ മകളുടെ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ടുവെങ്കിലും മകനെ പേടിച്ച് അവർക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഇടുക്കിയിലെ ആ തണുപ്പുള്ള രാത്രികളിൽ നന്ദിത മകനെ ചേർത്തു പിടിച്ച് കരഞ്ഞു. രാഘവേട്ടൻ എന്നെ കളിയാക്കിയിരുന്നു, ഉപദ്രവിച്ചിരുന്നു. പക്ഷെ ആ വീട്ടിൽ എനിക്ക് അന്തസ്സുണ്ടായിരുന്നു. അവിടെ ഞാൻ ആ വീടിന്റെ ഐശ്വര്യമായിരുന്നു. ഇവിടെ ഞാൻ വെറും ഒരു ഭാരമാണ്, അവൾ സ്വയം പറഞ്ഞു. ഒരു ദിവസം ആദിത്യന്
വയറുവേദന വന്നപ്പോൾ മരുന്ന് വാങ്ങാൻ പോലും സുരേഷ് പണം നൽകിയില്ല. നിന്റെ കെട്ടിയവൻ തന്ന പണമൊക്കെ തീർന്നു, ഇനി എന്റെ കയ്യിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട എന്ന അവന്റെ ക്രൂരമായ വാക്കുകൾ നന്ദിതയുടെ ഹൃദയം തകർത്തു. തന്റെ മകന് ഒരു നല്ല ഭാവി കൊടുക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവന് നല്ല വസ്ത്രങ്ങളില്ല, നല്ല ഭക്ഷണമില്ല, അതിലുപരി അവനെ സ്നേഹിക്കാൻ അവിടെ ആരുമില്ല. നന്ദിത ഗ്രാമത്തിലെ ചിലരോട് ജോലി ചോദിച്ചുവെങ്കിലും വിവാഹമോചിത എന്ന ലേബൽ അവളെ എല്ലായിടത്തും തളർത്തി. ആളുകളുടെ കുത്തുവാക്കുകളും നോട്ടങ്ങളും അവളെ വീർപ്പ് മുട്ടിച്ചു. പാലക്കാട്ടെ ആ വലിയ തറവാടും അവിടുത്തെ സൗകര്യങ്ങളും അവൾ ഓരോ നിമിഷവും ഓർത്തു. രാഘവൻ തന്നെ തടിച്ചി എന്ന് വിളിച്ചത് തന്റെ അഹങ്കാരം കാരണമാണ് താൻ ഇത്ര വലിയ പ്രശ്നമാക്കിയതെന്ന് അവൾക്കിപ്പോൾ തോന്നിത്തുടങ്ങി. ഒരു വാക്കിന്റെ പേരിൽ താൻ തകർത്തത് തന്റെ മകന്റെ ജീവിതം കൂടിയാണെന്ന് അവൾ വേദനയോടെ മനസ്സിലാക്കി. എന്റെ മകൻ ഇങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല. അവന്റെ അച്ഛന്റെ സ്നേഹവും സംരക്ഷണവും വേണം. എന്റെ അഹങ്കാരം കൊണ്ട് അവനെ ഞാൻ ഈ നഗരത്തിൽ തളച്ചിടരുത്, നന്ദിത ഉറപ്പിച്ചു. തന്റെ സഹോദരന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് മകനെയെങ്കിലും സുരക്ഷിതമായ ഒരിടത്ത് എത്തിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെയാണ് കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ കുറച്ച് പണവുമായി അവൾ പാലക്കാട്ടേക്ക് വണ്ടി കയറിയത്. ആ യാത്രയിൽ അവളുടെ മനസ്സിൽ പ്രത്യാശയുണ്ടായിരുന്നില്ല, മറിച്ച് മകന് വേണ്ടിയുള്ള ഒരമ്മയുടെ സ്നേഹം മാത്രമായിരുന്നു. പാലക്കാട്ടെ ചൂട് കാറ്റ് വീണ്ടും അവളെ വരവേറ്റപ്പോൾ ഒരിക്കൽ താൻ ഉപേക്ഷിച്ചു പോയ ആ പടിപ്പുര ലക്ഷ്യമാക്കി അവൾ നടന്നു. തന്റെ അഹങ്കാരം വെടിഞ്ഞ് മകന്റെ അച്ഛന്റെ മുന്നിൽ തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറെടുത്തു. ആ രാത്രി മഴ തൂർന്നിരുന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ രാഘവനും നന്ദിതയും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. ആദിത്യൻ അച്ഛന്റെ മടിയിൽ തല ചായ്ച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ നന്ദിതയുടെ ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. താൻ ഇത്രയും കാലം മകനിൽ നിന്ന് അകറ്റി നിർത്തിയത് ഈ സ്നേഹമായിരുന്നു. രാഘവ, നന്ദിത പതുക്കെ വിളിച്ചു. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. എനിക്ക് മാപ്പ് തരണം. ഒരു ചെറിയ വാക്കിന്റെ പേരിൽ ഇത്രയും വലിയൊരു വാശി കാണിക്കേണ്ടിയിരുന്നില്ല. എന്റെ അഹങ്കാരം കാരണം തകർന്നത് നമ്മുടെ കുടുംബം മാത്രമല്ല, പാവം അച്ഛന്റെയും അമ്മയുടെയും ജീവിതം കൂടിയാണ്. അവരുടെ അവസാന നിമിഷങ്ങളിൽ കൂടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അവൾ വിങ്ങിക്കരഞ്ഞു. രാഘവൻ പതുക്കെ അവളുടെ കൈകളിൽ പിടിച്ചു. അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അല്ല നന്ദിത, തെറ്റ് എന്റേതാണ്. നിന്നെ ബഹുമാനിക്കാൻ ഞാൻ മറന്നുപോയി. തമാശ എന്ന പേരിൽ ഞാൻ നിന്നെ മുറിപ്പെടുത്തുകയായിരുന്നു. നിന്റെ സ്നേഹത്തെക്കാൾ വലുത് എന്റെ ഈഗോ ആണെന്ന് ഞാൻ കരുതി. പക്ഷേ ഈ 6 മാസം ഞാൻ അനുഭവിച്ച നരകം എനിക്കേ അറിയൂ. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിന്റെ ഓരോ വാക്കും ചിരിയും ഞാൻ മിസ് ചെയ്തിരുന്നു. തങ്ങളുടെ ജീവിതം തകർത്തത് മറ്റാരുമല്ല, സ്വന്തം അഹങ്കാരമായിരുന്നുവെന്ന് അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞു. നന്ദിത, നിനക്കെന്നോട് ക്ഷമിക്കാൻ കഴിയുമോ? രാഘവൻ ചോദിച്ചു. നമുക്കെല്ലാം ഒന്നിന്നു തുടങ്ങാം. ഇനിയൊരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല. ഈ വീടിന് നീ വേണം, എനിക്ക് നീ വേണം, അതിലുപരി നമ്മുടെ മോൻ നമ്മളെ രണ്ടുപേരെയും വേണം. നന്ദിത രാഘവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവളുടെ മറുപടി ആ കണ്ണുനീരിൽ ഉണ്ടായിരുന്നു. ഒരു വാക്കിന്റെ പേരിൽ തുടങ്ങിയ യുദ്ധം ഒരു തുള്ളി കണ്ണുനീരിൽ അവസാനിച്ചു. തങ്ങളുടെ മകന് വേണ്ടി തകർന്നു പോയ ആ ജീവിതം വീണ്ടും തുന്നിച്ചേർക്കാൻ അവർ തീരുമാനിച്ചു. പുറത്ത് മരങ്ങളിൽ നിന്ന് മഴത്തുള്ളികൾ ഉറ്റവീഴുന്ന ശബ്ദം മാത്രം ബാക്കിയായി. ആ വീട്ടിലെ മൗനം അലിഞ്ഞു തുടങ്ങുകയായിരുന്നു. സ്നേഹത്തിന്റെ പുതിയൊരു ഉദയം അവിടെ സംഭവിക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നത് പുതിയൊരു പ്രതീക്ഷയായാണ്. ശിവശൈലം തറവാടിന്റെ പടിപ്പുര വാതിൽ ഇന്ന് നേരത്തെ തുറന്നു. നന്ദിത പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ചു. തുളസി തറയിൽ വിളക്ക് കൊളുത്തി. മാസങ്ങളായി അണഞ്ഞുപോയ ആ ദീപം വീണ്ടും തെളിഞ്ഞപ്പോൾ വീടിന് പഴയ ഐശ്വര്യം തിരിച്ചു വന്നതുപോലെ തോന്നി. അടുക്കളയിൽ നിന്ന് കടുപ്പത്തിലുള്ള ചായയുടെ മണം ഉയർന്നു. രാഘവൻ ഉണർന്നു വന്നപ്പോൾ കണ്ടത് തറയിൽ ചിതറിക്കിടക്കുന്ന കളിപ്പാട്ടങ്ങൾ അടുക്കി വെക്കുന്ന നന്ദിതയെയാണ്. അവർക്കിടയിൽ പഴയ ആ കൈപ്പേറിയ മൗനമില്ലായിരുന്നു. പകരം പരസ്പരം മനസ്സിലാക്കിയതിന്റെ ഒരു ആത്മബന്ധം നിറഞ്ഞു നിന്നു. ആദിത്യൻ ഉറക്കമുണർന്ന് ഓടി വന്ന് അച്ഛന്റെയും അമ്മയുടെയും നടുവിൽ ഇരുന്നു. അവന്റെ മുഖത്തെ ആ ചിരിയായിരുന്നു ഈ വീടിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. നന്ദിത, നമുക്കിന്ന് വൈകുന്നേരം കൽപ്പാത്തിപ്പൊടിയുടെ തീരത്ത് പോകാം, രാഘവൻ പതുക്കെ പറഞ്ഞു. നന്ദിത പുഞ്ചിരിയോടെ തലയാട്ടി. പഴയതുപോലെ തമാശകൾ പറയുമ്പോഴും പരിഹാസമില്ലാത്ത ബഹുമാനമുള്ള ഒരു പുതിയ രാഘവനെ അവൾ അവനിൽ കണ്ടു. തന്റെ ശരീരപ്രകൃതിയെക്കുറിച്ചോ രൂപത്തെക്കുറിച്ചോ ഉള്ള ആകുലതകൾ നന്ദിതയെ ഇപ്പോൾ അലട്ടുന്നില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് താൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ മതിയെന്ന തിരിച്ചറിവ് അവൾക്ക് കരുത്ത് നൽകി. ബന്ധങ്ങൾ തകർക്കാൻ ഒരു നിമിഷത്തെ ദേഷ്യമോ അഹങ്കാരമോ മതി, പക്ഷെ അത് തിരിച്ചു പിടിക്കാൻ വലിയൊരു മനസ്സ് വേണം. വിട്ടുവീഴ്ചകൾ തോൽവിയല്ലെന്നും മറിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വലിയൊരു വിജയമാണെന്നും അവർ മനസ്സിലാക്കി. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ആ വീട്ടിൽ ഇപ്പോൾ വാശികളില്ല. പകരം പരസ്പരം താങ്ങായി നിൽക്കുന്ന രണ്ട് മനുഷ്യരും അവരുടെ ലോകമായ ഒരു കുഞ്ഞും മാത്രം. ആ നാലുകെട്ടിന്റെ ഉമ്മറത്ത് വീണ്ടും സന്തോഷത്തിന്റെ കിളിക്കൊഞ്ചലുകൾ ഉയർന്നു.